ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Kdenliveൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രെയിമിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വേണം. അത് Kdenliveൽ വെച്ച് തന്നെ എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് നോക്കാം. ഞാനിവിടെ Kdenlive ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 വീഡിയോയും ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നു. ഞാനിവിടെ സ്റ്റോപ്പ് അടിക്കുന്നു. എനിക്ക് ഈ പോർഷൻ്റെ സ്ക്രീൻഷോട്ട് വേണം. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇവിടെ വന്നതിന് ശേഷം റൈറ്റ് ബട്ടൺ അടിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്ട്രാക്റ്റ് ഫ്രെയിം എന്നത്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. നമ്മുടെ സ്ക്രീൻഷോട്ട് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അൺടൈറ്റിൽഡ് എന്നതിന് ശേഷം ഒരു നമ്പർ. ഇത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് പേര് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേര് മാറ്റി കൊടുക്കാം. ഞാനിവിടെ 11 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ PNG മാത്രമേ ഉള്ളൂ. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സേവ് ആവും. അത് എവിടെയാണ് സേവ് ആവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സിലാണ് സേവ് ആവുന്നത്. ഞാനിവിടെ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി അത് നോക്കാം നമുക്ക്. ഞാനിവിടെ വന്ന് മൈ ഡോക്യുമെൻറ്റ്സിൽ വരുന്നു. ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ക്ലോസ് ചെയ്ത് ഇതിൽ തന്നെ ഓപ്പൺ ചെയ്യുന്നു. അത് അവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ അത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിലേക്കാണ് സേവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ, മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാനത് സ്റ്റോപ്പ് അടിച്ച് ഇത് കർസർ ഇങ്ങോട്ട് വെക്കുന്നു. നേരെ പ്രൊജക്റ്റിലേക്കാണ് സേവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഞാനിവിടെ റൈറ്റ് ബട്ടൺ അടിച്ച് എക്സ്ട്രാക്റ്റ് ഫ്രെയിം ടു പ്രൊജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് പേര് കൊടുക്കാം. ഞാൻ 12 എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇമേജ് ആണ്, ഞാൻ കാണിക്കാം. ഇതാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ Kdenliveൽ വെച്ച് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.